ചൂച്ചു ട്രെയിൻ തരാം ഒരു മിനിറ്റ് ഇപ്പൊ തരാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ വ്ലോഗ് മാസ് സീരീസിലെ ഡേ 6 ആയിരിക്കും. ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് കളക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു 2024 ഞാൻ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ എന്തായാലും വേഗം തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് കാണാം. അതിനേക്കാളും ഒരു ക്രിസ്മസ് ഹോളെന്നോ അല്ലെങ്കിൽ ഒരു ഡേയ്സോ ഹോളോ എന്നോ വേണമെങ്കിൽ പറയാം. ഡേയ്സോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഫുള്ള്. അപ്പൊ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇതിലത്തെ ഓരോന്ന് എടുക്കാനുള്ള ടെൻഡൻസിയാണ് രണ്ടാൾക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് വേഗം കാണിച്ചില്ലെങ്കിൽ എനിക്ക് പകുതി ഐറ്റംസ് വേഗം കാണിക്കാൻ പറ്റില്ല. അപ്പൊ വേഗം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ കാണിക്കാനുള്ള ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ ഇടാനുള്ള ബോളാണ്. അപ്പൊ ഇതിന്റെ ഒരു 2 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഒരു ഐറ്റം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് പല ടൈപ്പിലുണ്ട്. അതായത് ഗോൾഡ് മാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലിറ്റർ ടൈപ്പ് ഉണ്ട്, അങ്ങനെ ഗ്ലോസി ടൈപ്പ്, അങ്ങനെ എല്ലാതും കൂടിയിട്ട് വരുന്ന ഒരു സെറ്റാണ്. അങ്ങനത്തെ ഗോൾഡൻ കളറിന്റെ ഇതുപോലത്തെ 2 സെറ്റാണ് ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കാണിക്കാനുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ട്രെയിൻ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുപോലെ ചൂച്ചു ട്രെയിൻ തരാം ഒരു മിനിറ്റ് ഇപ്പൊ തരാം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഈ പിള്ളേർ അത് എടുക്കാനായിട്ടുള്ള തിരക്കില്ല. അപ്പൊ അത് എടുക്കാൻ സമ്മതിക്കാത്ത കാരണം ഇങ്ങനെ ക്ഷമ പിടിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വേഗം സെറ്റ് ചെയ്യണത് വേറെ ഒന്നുമില്ല. നമ്മള് വെറുതെ ക്രിസ്മസില് നമ്മള് വീടിന്റെ ഓരോ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോ ഒരു ക്രിസ്മസ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വെക്കാം. പിന്നെ ഇതിന്റെ വലിയ ട്രെയിൻ ഉണ്ട് കേട്ടോ. അതായത് ഇതിലിപ്പോ ഒരു 3 ഇതുള്ളൂന്നുണ്ടെങ്കിൽ അതിനേക്കാളും അതിന്റെ ഡബിൾ ആയിട്ട് ഒരു 6 കമ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള പോലത്തെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉണ്ട്. ഒരു ട്രെയിനാണിത്. പിന്നെ നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതുപോലത്തെ ഒരു ട്രീ ആണ് കേട്ടോ. നമ്മള് ടേബിളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ വെക്കാനായിട്ട് എടുക്കാറുണ്ടല്ലോ. അപ്പൊ ഇത് എല്ലാ വർഷവും കാണാറുണ്ട്. പക്ഷെ നമ്മൾ വേറെ സാധനങ്ങൾ എടുക്കുമ്പോൾ പിന്നെ അതിനി അടുത്ത ഇതിലെടുക്കാൻ വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഈ വർഷമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രീ വാങ്ങിച്ചത്. ഇതിന്റെ പല കളർ ഉണ്ടായിരുന്നു. അതായത് ഫുള്ള് സ്നോ പോലെ ആയതുകൊണ്ട് വൈറ്റ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്രീൻ കളറിലുള്ളത്. അപ്പൊ എന്തായാലും ഗ്രീൻ കളറാണ് മറ്റേ ഫുള്ളി ഇങ്ങനെ വൈറ്റ് ആയിട്ടുള്ള അതിനേക്കാൾ ഇഷ്ടമായത്. അപ്പൊ അതാണ് നെക്സ്റ്റ് ആയിട്ട് കാണിക്കാനുള്ളത്. ഇതുപോലെ ഒരു ക്രിബാണ്. ക്രിബ് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ആളുകളൊന്നും ഇല്ല. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വെക്കുന്ന പോലത്തെ ക്രിബ് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ബുദ്ധിമുട്ടാണല്ലോ. നമുക്ക് അങ്ങനെ പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനത്തെ സെറ്റ് വാങ്ങിച്ചു വെക്കണം. പിന്നെ ഇവിടെ ആണെങ്കിൽ അത് കുറച്ച് നമുക്ക് അത്ര പെട്ടെന്ന് അത് മേടിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. അപ്പൊ അതിന് പകരം നമുക്ക് ഒരു ക്രിബ് ആണെങ്കിൽ ക്രിബ് ഉണ്ടല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രിബ് വെച്ചൊരു സന്തോഷത്തിന് വേണ്ടി വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റ്. അതായത് എല്ലാ ആളുകളൊന്നും ഇല്ല, എന്നാലും മെയിൻ നമ്മുടെ വേണ്ട എല്ലാവരും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കുഞ്ഞൊരു ഇതിന്റെ മേലെയായാലും ഇങ്ങനെ കണ്ട ഇങ്ങനത്തെ ഒരു പുല്ലൊന്നല്ല, എന്നാലും അതുപോലെ ഒരു നമ്മുടെ ഈ പുൽക്കൂടിന്റെ ഒക്കെ പോലെ തോന്നിക്കണ പോലത്തെ ഒരു സെറ്റപ്പിലാണ്. അപ്പൊ ഒരു കുഞ്ഞൊരു ഇതുപോലെയുള്ളത്. അപ്പൊ ഇതാണ് വേറൊരു ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പിന്നെ കാണിക്കാനുള്ളത് നമ്മളുടെ പഴയ മെമ്മറീസ് ഒക്കെ നമ്മൾ പണ്ടൊക്കെ ചെയ്യാറുള്ളതാണ് ക്രിസ്മസ് കാർഡ്. അപ്പൊ എന്തായാലും എന്റെ ഹസ്ബൻഡിന് എന്തായാലും ഇപ്രാവശ്യം ഒന്ന് കുറച്ച് ക്രിസ്മസ് കാർഡ് ആർക്കെങ്കിലേക്കൊക്കെ ഒന്ന് അയക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചിട്ടാണ്. നമ്മളിപ്പോ എല്ലാവരും ഫോണ് വാട്സപ്പിലും നമ്മൾ മെസ്സേജ് അയക്കലാണ്. ക്രിസ്മസിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യല്ലോ. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു പഴയ നൊസ്റ്റു ഇതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു ക്രിസ്മസ് കാർഡ്സ്. ഇതൊരു 12 എണ്ണത്തിന്റെ ഒരു സെറ്റ്. അപ്പൊ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയാണ് അതിന്റെ 2 സൈഡിലത്തെ ആ ഒരു സിമ്പിൾ കാർഡ്, വേറെ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു കുട്ടി കാർഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്രിസ്മസ് കാർഡ് ഈ മോഡലുണ്ട്. പിന്നെ വേറെയും 1-2 ടൈപ്പ് ക്രിസ്മസ് കാർഡുകളുടെ ഇതുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 12 പീസ് കാർഡ് ഉണ്ട്. അങ്ങനത്തെ കാണിക്കാനുള്ളത് ഇങ്ങനത്തെ ഒരു ക്യാപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാലും ഇങ്ങനെ 2 സൈഡിലും ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. മോന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവന് സ്കൂളിലെ ക്രിസ്മസ് ക്രിസ്മസിന് റെഡ് കളറിൽ ഡ്രസ്സ് ഇടാം, അല്ലെങ്കിൽ സാന്റാക്ലോസിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് വരാന്നുണ്ട്. അപ്പൊ സാന്റയുടെ ഡ്രസ്സ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു വർഷം ഈ ഒരു ഇതിന് മാത്രമല്ലാണ്ട് പിന്നെ നമ്മൾ അത് ഇടാൻ പോണില്ലല്ലോ. അപ്പൊ അതിനേക്കാളും ഇതാകുമ്പോ കുറച്ചുകൂടി ഇനി ആയാലും ഇനി എപ്പോഴും വേണമെങ്കിലും അവനെ യൂസ് ചെയ്യാലോ എന്നുള്ളതിൽ അപ്പൊ അങ്ങനെ കണ്ടപ്പെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാന്നുള്ളതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം.
അപ്പൊ ഇതൊരു സാൻഡയുടെ ഫേസ് ആണ്. എന്നിട്ട് ഇവിടെ ഹാറ്റ് ഇത് വെച്ചിട്ട്, അപ്പൊ അത് അവന് വേണ്ടിയിട്ട്, മോന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഒരു ഐറ്റം കാണിക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിക്കാണ്ടിരിക്കായിരുന്നു. അതായത് വലിയ സംഭവം ഒന്നല്ല, പക്ഷെ അത് വാങ്ങിക്കണേക്കാളും വേറെ സാധനങ്ങൾ കാണുമ്പോൾ അത് എടുക്കുമ്പോൾ എന്നാ പിന്നെ ഇനി നെക്സ്റ്റ് ടൈം മേടിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസ് ആവട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിട്ട് മേടിച്ചതാണ്. അങ്ങനെ പറയുമ്പോൾ എന്താണ് വലിയ സംഭവം എന്ന് വിചാരിക്കരുത്. ഇതാണ് ആ ഒരു ഐറ്റം. അതായത് ഇതിനെ പറയുന്നത് ട്രീ സ്കേർട്ട് എന്നാണ് കേട്ടോ. അതായത് നമ്മൾ ട്രീയുടെ താഴെ നമുക്കറിയാലോ, നമ്മൾ ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ഇതിടും. അപ്പൊ ഇത് ഞങ്ങളുടെ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കുഞ്ഞൊരു ട്രീ ആണ്. നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ട്രീ ആണെങ്കിലും അതൊരു 6 ഫീറ്റ് ഒന്നുമില്ല, 5 ഫീറ്റ് ഉള്ള ഒരു കുട്ടി ട്രീ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നമുക്ക് ആ ട്രീയുടെ സ്റ്റാൻഡിന്റെ താഴെയായിട്ട് നമ്മൾ അതിന് ചുറ്റും ഇടുന്നതാണ്. അപ്പൊ ഇതിന് ട്രീ സ്കേർട്ട് എന്നാണ് പറയാ. അപ്പൊ ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് കളറിലുള്ളത്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എടുത്തത് റെഡ് ആയിരുന്നു. ഇതിന്റെ തന്നെ സെയിം ഇവിടെ റെഡിന് പകരം വൈറ്റ് ആയിട്ട്. അപ്പൊ ഇത് നമ്മുടെ ട്രീ ചെറുതായതുകൊണ്ട് നമുക്ക് ഇത് മതി. പക്ഷെ ഇതിനേക്കാളും വലിയ സൈസിന്റെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ ട്രീയുടെ സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ ട്രീ ചെറുതാണ്. പിന്നെ ഇവരെല്ലാവരും നമ്മളിത് ഇവിടെ വന്നിട്ട് വാങ്ങിച്ച ട്രീ ആണ്. അപ്പൊ എന്തായാലും ഒരു ട്രീ എന്നൊക്കെ പറയുമ്പോ നമ്മള് കുറച്ച് നാളെങ്കിലും ഒരു ട്രീ തന്നെ എടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രീ ചെറുതായതുകൊണ്ട് ഈ ഒരു ട്രീ സ്കേർട്ട്. അപ്പൊ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോഴാണ്, ഈ ഒരു കൊല്ലാണ് നമുക്ക് ഇത് മേടിക്കാനായിട്ട് പറ്റിയതെന്നല്ല, നമ്മൾ മേടിച്ചത്. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഒരു 2 ക്രിസ്മസ് ഗാർലൻഡ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനത്തെ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ നോക്കിയാലും ക്രിസ്മസിന്റെ ടൈമിൽ നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു ഐറ്റം ആണല്ലോ ഇത്. അപ്പൊ എന്തായാലും അങ്ങനത്തെ പേടിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിടാം, വേണമെങ്കിൽ ട്രീയിൽ ചുറ്റോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് വെറുതെ ഇട്ടാലും ഒരു ക്രിസ്മസ് വൈബ് കിട്ടുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഒരു റെഡ് ആൻഡ് ഗ്രീൻ കളറിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഒരു ക്രിസ്മസ് ഇതിന് പറ്റിയ ഒരു ടൈപ്പ്. സാധാരണ കാണുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി തോന്നിയോണ്ടാണ് ഇങ്ങനത്തെ എടുത്തത്. സാധാരണ എപ്പോഴും കാണുന്ന ആ ഒരു ടൈപ്പ് ആണെങ്കിൽ എടുക്കില്ലായിരുന്നു. അപ്പൊ ഇത് കുറച്ചും കൂടി ഒരു ഇത് തോന്നി. എല്ലായിടത്തും ഉണ്ടാവായിരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഇത് കണ്ടപ്പോ ഒരു വെറൈറ്റി തോന്നിയ കാരണം എടുത്തതായിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഇവിടുത്തെ പള്ളിയിൽ പോയപ്പോ അവിടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ സ്റ്റോളിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഇതുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ റെഡും ഗ്രീനും തന്നെ, പക്ഷെ ഇതെനിക്ക് ഇങ്ങനത്തെ ചെറിയ ഇങ്ങനത്തെ ഇലയുടെ ഷേപ്പ് പോലെയുള്ള അങ്ങനത്തെ ഇതായിട്ടുള്ള പോലെ. ഇതാണ് 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു 2 എണ്ണം വാങ്ങിച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് ഐറ്റം. പിന്നെ കാണിക്കാനുള്ളത് ഇതുപോലത്തെ ഒരു ബോയ് ആണ്. ഇതിന്റെ ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 2 ബോ കൂടിയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ ഓൾറെഡി നേരത്തെ നമ്മുടെ കയ്യിലുള്ള ഒരു കുട്ടി ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേറ്റ് ചെയ്യണതിൽ അതിന്റെ മേലെ വെച്ചു. അപ്പൊ ഇനി ബാക്കിയുള്ളതാണ് ഇത് റെഡ് കളറിലുള്ള ഒരെണ്ണം. ഇതിന്റെ പല കളേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. പല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളിത് കാണുമ്പോൾ സിൽവർ കാണും, ഗോൾഡൻ കളർ, അല്ലെങ്കിൽ സിൽവർ ഗോൾഡൻ റെഡ് അല്ലാതെ തന്നെ വേറെ ഇഷ്ടംപോലെ കളറിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഈ ഒരു കളറിലേക്ക് തന്നെയാണ് നമുക്ക് ഏതൊക്കെ കണ്ടാലും ഒരു ലാസ്റ്റിൽ നമ്മൾ വന്ന് വീഴാം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലാസ്റ്റ് ഇയറിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു സിൽവർ കളറിലായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് മാറ്റിയിട്ട് റെഡ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു റെഡ് കളറിലുള്ള ഒരെണ്ണല്ല 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഓൾറെഡി അവിടെ ഇട്ട കാരണം. അപ്പൊ ഇതാണ് വേറൊരു ഐറ്റം നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ഐറ്റം കാണിക്കാനുള്ളത് നമ്മൾ എല്ലാ വർഷവും വാങ്ങിക്കുന്നതാണ്. അതായത് ഓരോ വർഷവും ക്രിസ്മസിന് പുതിയത് ഇങ്ങനെ വരുമ്പോൾ വാങ്ങിക്കുന്ന ഒരു ചെറിയൊരു ഐറ്റമാണ് നമ്മളുടെ ഇങ്ങനത്തെ ഒരു മാഗ്നറ്റ്. അതായത് ഈ ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ വർഷവും അങ്ങനെ ഓരോ ഡിഫറെന്റ് ടൈപ്പിലുള്ള മാഗ്നറ്റ് അവിടെ വരാറുണ്ട്. അപ്പൊ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സാന്റേനായിരുന്നു. പക്ഷെ അതായിരുന്നു ഏറ്റവും ഭംഗി കിട്ടും. നല്ല ശരിക്കും ഒരു സാന്റാക്ലോസിന്റെ ആയിരുന്നു. പക്ഷെ ഈ പിള്ളേരുടെ കയ്യിൽ കിട്ടിയപ്പോ അത് അതിന്റെ പണി തീർത്തു. അതിന്റെ മാഗ്നറ്റ് ഒക്കെ അതുമെന്ന് പറഞ്ഞു പോയി. അപ്പൊ അത് പോയി. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും നമ്മുടെ ഇങ്ങനത്തെ കളക്ഷൻ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം എടുത്തിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു സ്നോമാൻ. അപ്പൊ ഇതെല്ലാ കൊല്ലവും നമ്മൾ ഇങ്ങനത്തെ കാണുമ്പോൾ എടുക്കാറുണ്ട്. അപ്പൊ ഈ കൊല്ലത്തെ ഒരു ക്രിസ്മസ് മാഗ്നറ്റ്. ഇനി കാണിക്കുന്നത് ഒരു കുട്ടിയായിട്ടാണ്.
ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ കേട്ടോ, ബാറ്ററി ക്യാൻഡിൽ. അത് മോൻ്റെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് അവന് വേണ്ടി മേടിച്ചിട്ടുള്ളത്. കാരണം അവന് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷനും ന്യൂ ഇയർ സെലിബ്രേഷനും രണ്ടും കൂടി ഒരുമിച്ചാണ്. കാരണം ഇവിടെ ഈ ഒരു ക്രിസ്മസ് ഇതിൻ്റെ ടൈമിൽ കുറച്ച് ദിവസം ഒരു വിൻ്റർ വെക്കേഷൻ പോലെ ക്ലാസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ക്ലാസ്സിന് എന്താ പറയുക, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുൻപ് സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ സെലിബ്രേഷന് വേണ്ടിയിട്ട് എല്ലാവരോടും ഇതുപോലത്തെ ബാറ്ററി ക്യാൻഡിൽസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, രസമായിട്ടുണ്ട്. ഒരു ക്രിസ്മസിൻ്റെ ഒരു സാന്റാക്ലോസും പിന്നെ ഒരു സ്നോമാനും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനത്തെ. അപ്പോൾ ഇത് ബാറ്ററി ക്യാൻഡിലാണ് ഇങ്ങനത്തെ. അതൊരെണ്ണം അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഇനി ലാസ്റ്റ് കാണിക്കാനുള്ളത് ഇതൊരു ഡേയ്സ് ഓഫ് ഹോൾ എന്നുള്ള രീതിയിലാട്ടോ കാണിക്കുന്നത്. കാരണം ക്രിസ്മസ് ഹോളിൽ വരില്ല. കാരണം ഒരു 2 നെയിൽ പോളിഷ് അവിടെ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ. ക്രിസ്മസ് ഹോൾ എന്ന് പറയുമ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പള്ളിയിലേക്കൊക്കെ റെഡി ആയിട്ട് പോകുമ്പോൾ എന്തായാലും ഇടാലോ. അപ്പം അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം അത് ഡേയ്സ് ഒന്ന് എടുത്തിട്ടുള്ളതാണ്. എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും കളേഴ്സ് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ഞാനാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് എല്ലാ വീക്ക് എന്ന് പറഞ്ഞ പോലെ നെയിൽ പോളിഷ് മാറ്റുന്ന ഒരാളായതുകൊണ്ട് കുഴപ്പമില്ല. അധികം നിന്നില്ലെങ്കിലും ഒരാഴ്ചയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്ര നിന്നാലും മതി, കുഴപ്പമില്ല. അപ്പം എന്തായാലും 2 കളർ നല്ലത് കണ്ടപ്പോൾ ഇഷ്ടമായിപ്പോൾ എടുത്തു എന്ന് മാത്രം. അപ്പം ഇതാണ് വേറൊരു ഐറ്റം എടുത്തിട്ടുള്ളത്. ഇതാണ് ലാസ്റ്റ് ഐറ്റം. ട്രെയിൻ ഒരാൾ എടുത്തുകൊണ്ട് പോയിട്ട് അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അപ്പം തരാൻ പറയുമ്പോൾ തരില്ല എന്ന് പറഞ്ഞ് നടക്കാണ്. ഇപ്പം നെയിൽ പോളിഷ് കണ്ടപ്പം അതും വേണമെന്നാണ് പറയണം. അപ്പം എന്തായാലും ട്രെയിൻ മേടിച്ച് വേഗം വെക്കണം. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഡേയ്സ് ഓഫ് ഹോൾ വീഡിയോ ആണ്. പക്ഷെ ഡേയ്സ് ഒന്നും മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ നാട്ടിലായാലും ഇഷ്ടം പോലെ സാധാരണ ഈ ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ എവിടെ നോക്കിയാലും ഇതിനേക്കാളും ചിലപ്പോൾ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വർഷത്തെ എൻ്റെ ഒരു ക്രിസ്മസ് ഹോൾ വീഡിയോ അല്ലെങ്കിൽ ഒരു ഡേയ്സ് ഓഫ് ഹോൾ എന്നോ രണ്ടും പറയാം. അപ്പോൾ എന്തായാലും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.